ചില മനുഷ്യർ അങ്ങനെയാണ്. അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന്, അതുപോലെ തന്നെ ഒരു വാക്കുപോലും പറയാതെ കടന്നു പോവുകയും ചെയ്യും. ചിലർ നമുക്ക് മഴയത്ത് കുടയാകാറുണ്ട്. മറ്റു ചിലർക്ക് മഴയത്ത് നമ്മൾ കുട ചൂടാറുമുണ്ട്. എവിടെ നിന്നോ വന്ന് എവിടേക്കോ പോയി മറയുന്ന ചിലർ. പക്ഷേ ആ അപ്രത്യക്ഷമാകൽ നമ്മുടെ ജീവിതത്തെ എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ടെന്ന് അവർ ഒരിക്കലും ഓർക്കാറില്ല. നിങ്ങളുടെ ജീവിതത്തിലും കാണും ഇത്തരത്തിലുള്ള ചിലർ. അവർ എന്തിനായിരുന്നു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് പലപ്പോഴും ഉത്തരമുണ്ടാകില്ല. പക്ഷേ ആരും നേടിയെടുക്കാത്ത ഒരു സ്ഥാനം അവർ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുത്തിട്ടുണ്ടാകും. അവർ അവശേഷിപ്പിച്ചു പോയ മുറിയിലേക്ക് ചെന്നെത്താൻ ഇനി ആർക്കും കഴിഞ്ഞെന്നും വരില്ല. ആ മുറിയിൽ പലപ്പോഴും നിങ്ങളെ കണ്ടെത്തിയിരുന്നു. ആ ഓർമ്മകൾക്കൊന്നും ഒരിക്കലും നിങ്ങൾക്ക് താഴിട്ട് പൂട്ടാൻ കഴിയില്ല. ജീവിതം പലപ്പോഴും ഒരു നാടകമാണ്. നമ്മൾ അതിലെ കോമാളിയും. ആരും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു പോലും ഉണ്ടാകില്ല. പക്ഷേ നിങ്ങളോ എല്ലാവരെയും കുറിച്ച് ഓർത്തിരിക്കുന്നു. നിങ്ങളുടെ കഥയിലെ നായകനും വില്ലനും നിങ്ങൾ തന്നെയാകുന്നു. ജീവിതം പലപ്പോഴും ഒരു ഓർമ്മപ്പെടുത്തലാണ്. പലതിൻ്റെയും അവസാനമാണെന്ന ആ ഓർമ്മപ്പെടുത്തൽ. ചിലർ എന്തിനാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്ന് ചോദിച്ചാൽ നമുക്കതിന് പലപ്പോഴും ഉത്തരമുണ്ടാകില്ല. പക്ഷേ അവർ നമ്മളെ വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് നമ്മളായിരിക്കും. അവരുടെ സാമീപ്യം നൽകിയ ധൈര്യവും വിശ്വാസവും ഇനി മുതൽ ഏറെ ദൂരെയാണെന്നറിയുമ്പോൾ തീർച്ചയായും നമ്മൾ തകർന്നു പോകും. ആ വ്യക്തിയുടെ ഒരു വിളിക്കായി, ഒരു മെസ്സേജിനായി ഉറങ്ങാതെ കാത്തിരുന്ന എത്രയോ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും അല്ലേ? അവരുടെ വാതോരാതെയുള്ള സംസാരങ്ങൾക്ക് എത്രയോ തവണ നിങ്ങൾ കാതോർത്തിട്ടുണ്ടാകും. ഇന്ന് അതെല്ലാം വെറും ഓർമ്മകൾ മാത്രമായി അവശേഷിക്കുന്നു. ജീവിതത്തിൽ നിങ്ങൾ കണ്ടുമുട്ടിയവർ, പരിചയപ്പെട്ടവർ, കൂടെ കൂട്ടിയവർ ഇവരെല്ലാം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകണമെന്നില്ല. ഇവരുടെ ഓർമ്മകൾ മാത്രമേ നിങ്ങളോടൊപ്പം കൂട്ടിനുണ്ടാകൂ എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയും ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവർ കൂടിയാണ്. നിങ്ങൾ ആരെയെങ്കിലും ഹൃദയത്തിലേക്ക് കയറ്റുമ്പോൾ അവർക്ക് പോകാനുള്ള വാതിലും തുറന്നിട്ട് കൊടുക്കുക. അതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ ജീവന് തുല്യം സ്നേഹിച്ചവരായിരിക്കും ഒരു ആപത്ത് സമയത്ത് നിങ്ങളെ പുറകിൽ നിന്ന് കുത്തുക. ജീവിതം ഒരു പാഠപുസ്തകമാണ്. ഇതിലെ ഓരോ അധ്യായവും നിങ്ങൾ മനസ്സറിഞ്ഞ് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഇവിടെ വിജയിക്കാനും കഴിയില്ല. പ്രണയവും വിരഹവുമെല്ലാം ഈ കുഞ്ഞു ജീവിതത്തിൻ്റെ ഭാഗമാണെന്നേ. നമുക്ക് ഒരു വിലയുമില്ലാത്തിടത്തേക്ക് അതിഥിയായി പോലും ഒരിക്കലും കടന്നു ചെല്ലരുത്. അതുപോലെ നിങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയവരും ഉണ്ടാകും. ഒരുപക്ഷെ അവർ നിങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടവരുമാകാം. എത്ര പ്രിയപ്പെട്ടവരായിരുന്നാലും ശരി, അവരുടെ ജീവിതത്തിലേക്ക് ഇനിയൊരിക്കലും നിങ്ങൾ കടന്നു ചെല്ലരുത്. ചിലർക്ക് നമ്മുടെ ജീവിതം ഒരു തമാശയാണ്. പക്ഷേ നമുക്കല്ലേ അറിയൂ ഈ ജീവിതം ജീവിച്ചു തീർക്കാൻ എടുക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ച്. നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ഓർക്കുക. നിങ്ങളെ ഈ ലോകത്ത് ഒരാളും ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. അത് നിങ്ങളുടെ വെറും തോന്നൽ മാത്രമാണ്. ആ തോന്നലിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ജീവിച്ചു തീർക്കുന്നു. അത്രമാത്രം. യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോഴേക്കും നിങ്ങൾക്ക് പലതും നഷ്ടപ്പെട്ടിരിക്കും. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ. ഒറ്റയ്ക്ക് നിൽക്കുക, പോരാടുക, നിങ്ങളുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കുക.